എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് മഞ്ഞൾ. പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന വിഭവങ്ങളോടൊരു ഭയങ്കര ആരാധന ഉണ്ട്. അത് പ്രകൃതി ചികിത്സയായിട്ടും സിദ്ധവൈദ്യമായിട്ടും ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ ഉണ്ടാക്കിയ ഒരു സംസ്കാരം ആണ്. ഭൂമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് മഞ്ഞൾ. അപ്പൊ എല്ലാവരും അമ്മയുടെ മക്കളാണ്. അമ്മയ്ക്ക് ഒരു മകനോടോ മകളോടോ സ്നേഹം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ കുറച്ച് കവിതാത്മകമായിട്ട് പറയുന്ന. പൊതുവെ ഭൂമിയെ അനലൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഫൈനൽ എലിമെന്റ് എന്ന് പറയുന്നത് സിലിക്കോൺ ഡയോക്സൈഡാണ്. അതിന്റെ നിറം മഞ്ഞ നിറമാണ്. എന്നാലോ അതേ കളറ് ഈ മഞ്ഞളിനുണ്ട്, മഞ്ഞ നിറം. ഇക്കാരണം കൊണ്ടെന്ന മഞ്ഞള് ദൈവികമാണ്, മംഗളകരമാണ്, പ്രിയപ്പെട്ടതാണ്. മഞ്ഞള് പല സ്ഥലത്തും പുരട്ടാറുണ്ട്. കല്യാണത്തിന് സദ്യക്കൊക്കെ കടയിൽ സാധനം വാങ്ങാൻ പോകുമ്പോൾ ആദ്യം മഞ്ഞൾ വാങ്ങണമെന്നാണ് പറയുന്നത്. ആവശ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മഞ്ഞൾ ആദ്യം വാങ്ങും. അത് മംഗളകരം ആണ്. ഈ മഞ്ഞള് സദ്യക്ക് മാത്രമല്ല, സാധാരണഗതിയിൽ സാധനം വാങ്ങാൻ പോകുമ്പോഴും കുറച്ച് മഞ്ഞൾ ആദ്യം വാങ്ങണം എന്ന് പറയാറുണ്ട്. ഈ ഭൂമിയുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന മഞ്ഞളായതുകൊണ്ട് ഭൂമിയുടേതായുള്ള ഗുണങ്ങൾ അത് ഉണ്ടാക്കും. നമ്മളില് ക്ഷമയുണ്ടാക്കും, കാരുണ്യം ഉണ്ടാക്കും, വളരെ ഗുണങ്ങൾ ഇത് നമ്മളിൽ ഉണ്ടാക്കും. ഇത്രയും ഗുണം മഞ്ഞൾ ഉണ്ടാക്കുമ്പോൾ ആദ്യമായിട്ട് മഞ്ഞൾ എന്ന് കേട്ടിരിക്കുന്നത്, എന്റെ തൊടിയിൽ കുറച്ചൊക്കെ മഞ്ഞളൊക്കെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ ആ മഞ്ഞൾ നമുക്ക് മതിയാവുന്നില്ല. 2-3 കൊണ്ടിട്ടേ ഉള്ളൂ. എപ്പോഴും കേട്ടുള്ളൊരു കാര്യമാണ് മുളകും മഞ്ഞളും. അപ്പൊ കുട്ടിക്കാലത്ത് അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുളകും മഞ്ഞളും അരച്ചു, മുളകും മഞ്ഞളും അരച്ചു. മനസ്സിൽ വിചാരിക്കാറുണ്ട്, ഇതിപ്പോ തമ്മിൽ എന്താ ബന്ധം? മുളകും മഞ്ഞളും, മുളക് എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള വസ്തു. പൊതുവെ അത് രൂക്ഷം ആണ്. മുളക് എന്ന് പറഞ്ഞാൽ മാത്രം എന്താ, ഞാൻ വേറൊരു പ്രഭാഷണത്തിൽ പറഞ്ഞത്. മുളകിന്റെ മാഹാത്മ്യം വളരെ ഗുണമുണ്ട്, ദൈവികമായിട്ടുള്ള ശക്തിയുണ്ട്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പാകത്തിന് നമ്മൾ മുളക് മഞ്ഞളെന്നൊക്കെ കേൾക്കുമ്പോൾ ക്ഷേമമാണ്, ഇഷ്ടം പോലെ. ഒരു കാരണവർ ഈയിടെ പറഞ്ഞാണ്, രാവിലെ പാലില് മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കും. പിന്നീട് ഓരോന്നിലും മഞ്ഞൾ ചേർക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു വരി പറയാം, എന്റെ ബോഡി മുഴുവൻ മഞ്ഞളല്ലേ, വിഷ സംഹാരത്തിനുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ബോഡി മുഴുവൻ മഞ്ഞളാക്കണമെന്ന് ഇല്ല. യഥാർത്ഥത്തിൽ അടുക്കള എന്ന പദമേ ശരിയല്ല. ആഹാര പഠനശാലാന്നോ എന്തെങ്കിലുമൊക്കെ പേരിട്ടുള്ളൂ. അടുക്കളയിൽ ഉണ്ടാക്കുന്ന നാടൻ വിഭവങ്ങളിൽ കഷായത്തിന്റെ ഗുണമാണ് ചെയ്യുക.
നമ്മൾ കഷായം ഔഷധം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ആ കഷായവും ഔഷധത്തിന്റെയും മറ്റൊന്നാണ് ഓലൻ, അവിയല്, സാമ്പാർ എന്നൊക്കെ പറയുന്നത്. കഷായം എന്ന് പറഞ്ഞാൽ കയ്പുള്ളതാവണമെന്നോ മൂക്ക് കുത്തിപ്പിടിച്ചിട്ടൊക്കെ കഴിക്കേണ്ടതാണെന്നൊരു തെറ്റിദ്ധാരണ വേണ്ട. കഷായത്തിന്റെ എഫക്റ്റ് കിട്ടും നാടൻ പച്ചക്കറി ഉപയോഗിക്കുന്ന സമയത്ത്. ഇതില് മിക്കവാറും മുളകും മഞ്ഞളും തമ്മിൽ എങ്ങനെയാ കോമ്പിനേഷൻ എന്നുള്ളതിന് പറയുമ്പോൾ ഏറ്റവും രൂക്ഷമായ എരിവ. മുളക് ശരീരത്തിലേക്ക് വേണം പാകത്തിന്. ഏത് കാര്യം നല്ലതെന്ന് വിചാരിച്ചിട്ട് മുളക് തിന്നുകയാണ്. ഇഷ്ടംപോലെ മുളക് ഭക്ഷിക്കുന്നവരുണ്ട്. വിദേശത്തു നിന്ന് വന്ന ഒരു വ്യക്തി ആത്മകഥയിൽ പറഞ്ഞു, ദക്ഷിണേന്ത്യയിൽ വന്നപ്പോൾ അനുഭവങ്ങൾ പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഭക്ഷിക്കാത്ത മുളക് എന്നുകൊണ്ട് ചോദിച്ചിട്ടൊരു സാധനമുണ്ട്. ഇത് വെറും വയറ്റിൽ വരെ ആഹാരമായിട്ട് കഴിക്കുന്ന ഒരു ജനതയെ ഇന്ത്യയിൽ കണ്ടു. പാകത്തിന് എരിവ് വേണം. അത് രജോ ഗുണമാണ്. മോരും വെള്ളത്തില് ഒരു ചീനി മുളകൊക്കെ ഒന്ന് കൊടുത്തിട്ടാൽ ആ ചെറിയ എരിവ് അതിനൊരു കോമ്പിനേഷൻ ചേർത്ത ഉണ്ട്. അത് ചേരാനുള്ള കാരണത്തിൽ തത്വചിന്താപരമായുള്ള ഒരു കാര്യവും ഉണ്ട്. എന്താണ് ആ മുളക് മോരിൽ ഉണ്ടാക്കിയത്? നമ്മള് നീലം മുക്കുമ്പോ, തുണിക്ക് നീലം മുക്കുമ്പോ ശരിക്കും തുണിയുടെ കളറ് മങ്ങലാണ് സംഭവിക്കുന്നത്. വെള്ള തുണി നീലം മുക്കും. നീലം മുക്കുമ്പോ തന്നെ ഉള്ള വെള്ളം മാറിയിട്ട് നീല നിറം വരികയല്ലേ. 100% വെള്ള ആയിരുന്നത് 95% മാറും. പക്ഷെ കണ്ണുകൾക്ക് അത് നാച്ചുറലായി തോന്നാൻ കാരണം പരിപൂർണത എന്ന് പറഞ്ഞാൽ 95%, 100%. നമുക്ക് ഐഡന്റിഫിക്കേഷൻ, ഒരു കഥാപാത്രത്തെ ഉണ്ടാക്കുമ്പോൾ എല്ലാ സൽഗുണമൊന്നും വേണമെന്നില്ല. നമ്മൾ പല വ്യക്തികളെയും വിലയിരുത്തുമ്പോ, അയ്യോ അയാൾ നോട്ടിൽ വെച്ചിട്ട് തികച്ചു വലിച്ചില്ലേ, ഒരു പെഗ് മദ്യം കഴിച്ചില്ലേ, ഇങ്ങനെയൊന്നും പറയരുത്. ആയിക്കോട്ടെ, ഒരു പെഗ് മദ്യം കഴിച്ചു, എത്ര കാലം കൂടുമ്പോ? കൊല്ലത്തിൽ ഒരിക്കല്. ഇപ്പോഴേ മനുഷ്യനായത്. 50 കൊല്ലത്തെ ദാമ്പത്യത്തിനിടയ്ക്ക് എത്ര ദിവസം പണങ്ങി? ഒരു ദിവസത്തെ എന്തോ. അതാണ് നേച്ചറിൽ, ഒട്ടുമില്ല എന്നല്ല. ഈ മുളകും മഞ്ഞളും കൂടി ചേർന്ന ഔഷധം കഷായമാണ് നമ്മൾ ചോറിന്റെ കൂടെ കഴിച്ചിരുന്നത്. ഇന്ന് മഞ്ഞളിന്റെ സ്ഥാനം പോയി. ഞാൻ മനസ്സിലാക്കുന്നത് മഞ്ഞ കളറ് കിട്ടുന്ന മഞ്ഞ നിറമുള്ള ഒരു പൊടിയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത്. പേര് മഞ്ഞപ്പൊടി. മഞ്ഞ നിറമുള്ള ഒരു പൊടിയാണ്. അതിന് മഞ്ഞളിന്റെ ഗുണം ഒരിക്കലും കിട്ടില്ല. പറിച്ചെടുക്കുന്ന മഞ്ഞളുടെ നിറം മഞ്ഞ അല്ല. പൊടിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് മഞ്ഞള് 2 കിലോ വാങ്ങിയപ്പോൾ, ആ കിലോ വാങ്ങിയപ്പോ തന്നെ മഞ്ഞളിന് മഞ്ഞ നിറം വന്നത് യഥാർത്ഥ നിറമാണോ എന്ന് സംശയമുണ്ട്. കാരണം അതിൽ കരിങ്കല്ലുണ്ടായിരുന്നു. അതിലത്തെ കരിങ്കല്ലിനും മഞ്ഞ നിറം പിടിച്ചിട്ടുണ്ട്. കരിങ്കല്ലിന് മഞ്ഞ നിറം വരില്ലല്ലോ. അപ്പൊ അതിനൊരു മഞ്ഞ കളർ ഉണ്ടാക്കിയത് ആയിരിക്കാം എന്ന് വേണം വിശ്വസിക്കാൻ. ഈ മഞ്ഞളും മുളകുമായിട്ട് നല്ല മാച്ചാണ്. മഞ്ഞളിലെ ഒരു അംശമാണല്ലോ കുർക്കുമിൻ, ക്യാൻസറിന് വേണ്ട ഔഷധമാണ്. ആ ശക്തിയെ ശതഗുണീഭവിച്ച് സാംശീകരിക്കാൻ മുളകിന് കഴിയും. കൂടുതൽ പഠനം നടത്തുമ്പോൾ മുളകും മഞ്ഞളും, മഞ്ഞളും മുളകും എന്നല്ല, മുളകും മഞ്ഞളും എന്നാണ് പറയുന്നത്.
മുളക് ഇവിടെ ചെയ്യുന്നത് മഞ്ഞളുമായിട്ട് ചേരുമ്പോൾ മഞ്ഞപ്പൊടിയായിട്ടല്ല, മഞ്ഞളുമായിട്ട് ചേരുമ്പോൾ മഞ്ഞളിന്റെ ഈ ശക്തിവിശേഷത്തിന് മനുഷ്യ ശരീരത്തിലേക്ക് കൂടുതൽ സ്വാംശീകരിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റാൻ കഴിയുന്നുണ്ട്. മഞ്ഞപ്പൊടിക്ക് പകരം മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കുത്തിട്ടാൽ നമ്മുടെ തൊടിയിൽ ഉണ്ടാകുന്നതാണ്. യഥാർത്ഥ മഞ്ഞളാവണം. ആ മഞ്ഞപ്പൊടി അത് മുളകിന്റെ കൂടെ പാകത്തിന് എരിവാണെങ്കിൽ ഞാൻ കഴിക്കുന്ന കൂട്ടാൻ ഒരു ഔഷധമായിട്ട് മാറും. ഔഷധം ആക്കാനുള്ള ബുദ്ധിയാണ്. പക്ഷെ വാരി കുതറിയ കളറുകൾക്ക് ഗുണം കിട്ടുമ്പോൾ ആ കളർ ആവശ്യമില്ല. അത് ബോഡിയിൽ ഉണ്ടാക്കുന്ന അപകടങ്ങള് ഇന്നിപ്പോ എന്റെ വിഷയം അല്ല. എന്തായാലും മുളകും മഞ്ഞളും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് എന്ന് ഇന്നത്തെ പ്രഭാഷണത്തിൽ ഒരു തവണ ഒരു വിഷയമായി പറയുള്ളൂ. ആ കോമ്പിനേഷനെ ഞാനൊന്ന് സ്തുതിച്ചുകൊണ്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.